soon be arriving at Kurama Terminal. Please make sure you have all your personal belongings. Thank you. ജപ്പാനിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുരാമദേര എന്ന് പറയുന്ന ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ജപ്പാനിലെ ക്യോട്ടോ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ കാണുന്നത് കുരാമ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ വന്നിറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ നീണ്ട മൂക്കുള്ള കുറേ പ്രതിമകളാണ്. ഇതിൻ്റെ എൻട്രൻസ് തന്നെ വലിയൊരു പ്രതിമ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ നീണ്ട മൂക്കുള്ള തേങ്കു എന്ന് പറയുന്ന ഇത്തരം ആളുകൾ ഈ മലമുകളിൽ ജീവിച്ചിരുന്നു എന്നാണ് ജപ്പാൻകാരുടെ നാടോടി കഥകളിലൊക്കെ പറയപ്പെടുന്നത്. അവരുടെ ഹിസ്റ്ററിയിലും അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പർവ്വതങ്ങളുടെ നിഗൂഢ ശക്തിയൊക്കെ ഈ തേങ്കുവിലാണെന്നാണ് ജപ്പാൻകാരുടെ വിശ്വാസം. അതുകൊണ്ട് ഈ മലമുകളിലും എല്ലായിടത്തും നമുക്ക് ഈ തേങ്കുവിൻ്റെ പ്രതിമകളും ക്യാരക്ടേഴ്സും ഒക്കെ കാണാൻ പറ്റും. നമുക്ക് സോവനിയേഴ്സ് ആയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ടും എല്ലാ ഓപ്ഷൻസും ഈ തേങ്കുവിൽ തന്നെ അവൈലബിൾ ആണ്. ഇവിടുത്തെ ഒമിക്കുജിയൊക്കെ ഈ തേങ്കുവിൻ്റെ ഡിസൈനിലുള്ളതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജപ്പാനിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് 2 മതമാണ്, ഷിൻഡോയും ബുദ്ധിസവും. ഈ ഷിൻഡോ എന്ന് പറയുന്നതിൻ്റെ അമ്പലങ്ങളെയൊക്കെ പറയുന്ന പേര് ഷ്രൈൻ എന്നും ബുദ്ധിസ്റ്റ് അമ്പലങ്ങളെയാണ് ടെമ്പിൾ എന്നും പറയുന്നത്. ഈ ഷ്രൈൻ്റെ ഫ്രണ്ടിലാണ് തോരി എന്ന് പറയുന്ന ഒരു ഗേറ്റ് ഉണ്ടാവുന്നത്. അതെൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. അതിൻ്റെ ഫ്രണ്ടിലുള്ള ഗേറ്റാണ് ഇത്. ഇതിന് പറയുന്ന പേരാണ് നിയോമോൺ ഗേറ്റ്. 500 yen ഒരാൾക്കുള്ള എൻട്രൻസ് ഫീസ്. നമ്മുടെ നാട്ടിൽ 275 രൂപ വരും. ഇവിടുന്ന് കണ്ടോ ഫുൾ സ്റ്റെപ്പാണ്. നമ്മൾ സ്ട്രോളറും വീൽ ചെയറും ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ കയ്യിലുള്ള സ്ട്രോളർ ഇവിടെ താഴെ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. കേബിൾ കാറിൻ്റെ ഓപ്ഷനാണ് നമ്മൾ എടുത്തത്. ഒരു സൈഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് 200 yen. കുറച്ച് ദൂരം നമുക്ക് കേബിൾ കാറിൽ മലമുകളിൽ പോകാൻ പറ്റും. ഞങ്ങളിപ്പോൾ കേബിൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് നടക്കാം എന്നാണ് പ്ലാന്. താഴത്തു കൂടെ നമുക്ക് ബാക്കിയുള്ളവരിങ്ങനെ നടന്നു വരുന്നത് കാണാൻ പറ്റും. അങ്ങനെ വേണമെങ്കിലും നമുക്ക് കയറിയിട്ട് വരാം ടെമ്പിളിൻ്റെ അടുത്തോട്ട്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഗൈഡ് മാപ്പാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിനകത്ത് കറക്റ്റായിട്ട് നമ്പേഴ്സ് ഇട്ടിട്ട് ഓരോ സ്ഥലം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ മലമുകളിലൂടെ പോകുന്ന വഴിക്കൊക്കെ നമുക്കിത് കാണാൻ പറ്റും. ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോയ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞല്ലോ. ഇപ്പം നമ്മൾ ഇവിടെ നിന്നാണ് കേബിൾ കാറിൻ്റെ ഇത് കണ്ടിട്ടാണ് ഈ 7 എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ നടന്നു പോയിട്ട് കുറച്ച് നല്ല വഴികളാണ് കേട്ടോ അവിടെയൊക്കെ ഉള്ളത്, സ്റ്റെപ്പൊക്കെയാണുള്ളത്. അത് കഴിഞ്ഞിട്ട് ഈ 26 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കുരാമദേര എന്ന് പറയുന്ന ടെമ്പിള്. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് സ്റ്റെപ്സ് ഒന്നും അങ്ങനെ പ്രോപ്പറായിട്ടുള്ള സ്റ്റെപ്സ് ഒന്നുമില്ല. ഫുൾ ഹൈക്കിംഗ് മോഡാണ്. നമ്മളത് നല്ല കഷ്ടപ്പാടാണ് പോകാനായിട്ട്. എന്നിട്ട് ഈ കാണുന്ന ഒരു പാലം ഉണ്ടല്ലോ, ഈ പാലം വരുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കിഫൂനെ ഷ്രൈൻ, ആ ഷ്രൈൻ്റെ അടുത്തുള്ള ഒരു പാലമാണിത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഇറങ്ങിയിട്ടാണ് ആ ഷ്രൈനിലോട്ട് പോകുന്നത്. ഏകദേശം 3 കിലോമീറ്ററിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ അങ്ങനെ താല്പര്യമില്ലാത്തവർക്ക്, അത്രയ്ക്ക് അങ്ങോട്ട് ഹൈക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് 26 എന്ന് പറയുന്ന ഇവിടുത്തെ പോയിന്റിൽ വന്നിട്ട് ഈ മെയിൻ ടെമ്പിൾ കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് അതുപോലെ തന്നെ കേബിൾ കാർ വഴി തിരിച്ചിറങ്ങി വന്നിട്ട് നമ്മുടെ കുരാമ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നേ ഉള്ള റെയിൽവേ സ്റ്റേഷനാണ് കിബൂനെ ഗുച്ചി എന്ന് പറയുന്നത്. അവിടെ നിന്ന് 170 രൂപയ്ക്ക് ബസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കണ്ട പാലം ഉണ്ടല്ലോ ഇവിടെ എത്തും. അവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിഫൂനെ ഷ്രൈനും വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും. അല്ലാത്തത് നല്ല ബുദ്ധിമുട്ടാണ്. കുട്ടികൾക്കോ പ്രായമായവർക്കൊന്നും ഹൈക്ക് ചെയ്ത് കയറാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല അത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്, അത്രത്തോളം സമയവും എടുക്കും. കേബിൾ കാർ ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പഗോഡയാണ്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് കല്ലുകളും കുറച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഒരു കല്ലിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് സ്നാക്സും ജ്യൂസ് പോലെ എന്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും പ്രത്യേകിച്ച് അർത്ഥങ്ങളുണ്ടോയെന്നൊന്നും നമുക്കറിയില്ല. ഇനി ആരെങ്കിലും മറന്നു വെച്ചതാണോ എന്നും അറിയില്ല. ഈ കുരാമദേര ടെമ്പിൾ വരെ നമുക്ക് നല്ല വഴികളാണ് കേട്ടോ. കുറച്ച് നല്ല സ്റ്റെപ്സും അതുപോലെ തന്നെ കുറച്ച് നിരന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങ് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റും. അവിടെ നന്നായിട്ട് റിലാക്സ് ചെയ്യാനുള്ള കുറേ സ്ഥലങ്ങളും ബെഞ്ചുകളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വരെയുള്ള യാത്ര വളരെയധികം മനോഹരമായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് കാര്യങ്ങൾ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാൻ പോകാന്നുള്ളത് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കുറേ ആളുകളൊക്കെ ഇങ്ങനെ കോലൊക്കെ കുത്തിപ്പിടിച്ച് വരുമ്പോൾ ഞങ്ങൾ ആലോചിച്ചു എന്തിനാണ് ഇവരിങ്ങനെ ഈ കോലൊക്കെ കുത്തിപ്പിടിച്ച് ഈ വഴി കൂടെ നടക്കണമെന്നുള്ളത്. അവരപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഹൈക്ക് ചെയ്ത് വരുവാണ്. ഇനിയുള്ള വഴിയായിരുന്നു ഭയങ്കര കഷ്ടപ്പാടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നമ്മൾ കുറച്ച് ടയർഡായപ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ എന്താ വിചാരിക്കുന്നത്, തിരിച്ചു വരുന്നത് ഈ വഴിക്ക് തന്നെയാണല്ലോ, അപ്പോൾ വീഡിയോ എടുത്തിട്ട് വീഡിയോയിലൊക്കെ കാണിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തിരിച്ചിങ്ങോട്ടേക്ക് നടന്നു വരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത് കാരണം അവിടെ നിന്ന് ബസ് പിടിച്ച് അടുത്ത റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ടെമ്പിൾ എത്തുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ ഒരു വാഷ്റൂമാണുള്ളത്. ഇതിൻ്റെ തൊട്ട് മുകളിൽ കാണുന്ന ആ ബിൽഡിങ്ങിൽ കുറച്ച് വെൻഡിങ് മെഷീൻസും കുറച്ച് സ്നാക്സും വാങ്ങിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ലഞ്ചൊന്നും കരുതാണ്ടാണ് പോയിട്ടുള്ളത്. അത് കാരണം അവിടെ ബ്രെഡ് മാത്രമാണ്, ബ്രെഡ് ടൈപ്പിൽ ഇങ്ങനെ ബണ്ണ് ഉണ്ടാവുമല്ലോ, ക്രീം ബണ്ണ്, ചോക്ലേറ്റ് ബണ്ണ്, സ്ട്രോബെറി ബണ്ണ്, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളത്. ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ക്യോത്തോൻ്റെ കുറച്ച് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ പേയ്മെൻറ്റോ കാർഡോ ഒന്നും തന്നെ എടുക്കില്ല, കാശ് തന്നെ കൊടുക്കണം.
നടന്ന് കുരാമദേര ടെമ്പിളിന്റെ ഫ്രണ്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഈ ടെമ്പിളിന്റെ മെയിൻ ഹാൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ടുണ്ടല്ലോ കോങ്കോഷോ എന്ന് പറയുന്ന ഒരു 6 പോയിന്റഡ് സ്റ്റാർ ഉണ്ട്. നമ്മുടെ നിലത്ത് ഇങ്ങനെ ഒരു ത്രികോണാണ് ഫസ്റ്റ് ഉള്ളത്, കല്ലുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതിന്റെ ചുറ്റും കുറച്ച് കല്ലുകൾ വെച്ചിട്ട് ഇങ്ങനെ 6 പോയിന്റ് ആണുള്ളത്. ഇത് ഈ ആളിങ്ങനെ നടന്നു പോകുന്നില്ലേ, അതിന്റെ അടുത്തായിട്ടാണ് കേട്ടോ അത്. എനിക്കത് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം എല്ലാവരും അതിനകത്ത് നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ നമ്മൾ മനസ്സിലാക്കാനും ഇടപഴകാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 6 പോയിന്റ് ആയിട്ടാണ് അതിനെ പറയുന്നത്. ഈ 6 വഴികളാണ് 6 പോയിന്റ് എന്ന് അവർ പറയുന്നത്. ഈ 6 വഴികൾ എന്ന് പറയുന്നത് കണ്ണുകളും ചെവിയും മൂക്കും അതുപോലെ തന്നെ നമ്മുടെ വായയും ശരീരവും നമ്മുടെ ഹൃദയവുമാണ്. അപ്പോൾ അതാണ് ഈ ഒരു 6 പോയിന്റ് ആയിട്ട് അവർ പ്രതിനിധീകരിക്കുന്നത്. അതിൻ്റെ സെൻറ്ററായിട്ടാണ് ഈ ഒരു ത്രികോണുള്ളത്. ആ ത്രികോണത്തിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, മെയിൻ ഹാളിലോട്ട് നോക്കി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ഫുൾ ശക്തിനെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതാണ് ഇവരുടെ വിശ്വാസം. ഗൂഗിളിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ അതിനെപ്പറ്റി കൊടുത്തിട്ടുള്ളത്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പോയിന്റാണ് ആ പോയിന്റ് എന്നാണ് ഇവർ പറയുന്നത്. ഞാനവിടെ പോയി പ്രാർത്ഥിക്കാനൊന്നും നിന്നില്ല, കാരണം നമുക്ക് ഇവരുടെ വിശ്വാസങ്ങളെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. അപ്പോൾ അവിടെ ഒരു പ്രഹസനത്തിന് പോയി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അവിടെ നല്ല ആൾക്കാർ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്നും പോയി ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ വീഡിയോ എടുക്കുന്നൊന്നും പറ്റില്ല. വളരെയധികം മര്യാദ ഉള്ള ആൾക്കാരും മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന ആൾക്കാരുമാണ് ജാപ്പനീസുകാർ. നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, മറ്റൊരാളെ നോക്ക് പോലുമില്ല. അവരുടെ വ്യക്തിപരമായ ഒരു കാര്യത്തിൽ ഇടപെടുക, അവരുടെ ഡ്രസ്സ് നോക്കി അവരെ തർപ്പിച്ച് നോക്കി ഒന്നും തന്നെ അവർ ചെയ്യാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കുമ്പോഴൊക്കെ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ ആകുമ്പോൾ അവരുടെ ഫേസിലോട്ട് പിടിച്ച് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അത് വളരെയധികം മോശമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ളത്. അതുകൊണ്ട് നല്ല കാര്യങ്ങളൊക്കെ ചില സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെ കുരാമദേര ടെമ്പിളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടക്കുകയാണെങ്കിൽ ഇനിയും കുറേ കാണാനുള്ള ആവേശത്തിലായിരുന്നു നടത്തം. കുറച്ചങ്ങ് എത്തിക്കഴിഞ്ഞപ്പോൾ നടത്തം കുറച്ച് ആവേശമൊക്കെ കുറഞ്ഞു കേട്ടോ, കാരണം അത്ര സിമ്പിൾ അല്ല പരിപാടി എന്ന് നമുക്ക് മനസ്സിലായി. ഞങ്ങളുടെ കൂടെ നാട്ടിൽ നിന്ന് വന്നൊരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അമ്മയ്ക്ക് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ആൾക്ക് ഇത്തിരി 10-50 വയസ്സൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് എത്തിക്കഴിഞ്ഞപ്പോൾ ആൾക്ക് നടക്കാണ്ടായി, നമുക്ക് പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അവരവിടെ ഇരുന്നു, ഞങ്ങളോട് പോയിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബാക്കിയുള്ളവർ നടത്തം തുടർന്നു. ഞങ്ങൾ നടന്ന് കുറച്ചങ്ങ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വഴി പിന്നെയും ചെറുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചെറുതായിട്ട് ഒരാൾക്ക് നടന്നു പോകാൻ പറ്റുന്ന അത്ര വഴിയേ ഉള്ളൂ. വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ചില സ്ഥലത്ത് കയറും, ചില സ്ഥലത്ത് ഒരു കമ്പീൻ്റെ സപ്പോർട്ട് ഉണ്ട്. നമ്മൾ അതിൽ പിടിച്ച് വേണം പോകാനായിട്ടുള്ളത്. വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതേ കണ്ടില്ലേ, ഈ കാണുന്ന പോലെയാണ്. താഴത്തോട്ടങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ താഴെ ചെന്നിട്ടേ നമ്മൾ നിൽക്കുകയുള്ളൂ. ആ ഒരു അവസ്ഥയായിരുന്നു. സ്ട്രോളർ നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ മോള് ബേബി കരിയറിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ച് നമ്മൾ നടക്കുമ്പോൾ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു.
ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് കുട്ടികളും ഉണ്ടായിരുന്നു. അവരവിടെ ഇരുന്നു. ഞങ്ങളോട് പിന്നെയും കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് കുറച്ച് പേര് മാത്രമാണ് ലാസ്റ്റ് ഇവിടെ വന്ന് ഷ്രൈനിൽ വന്നിട്ടുള്ളത്, കിഫൂനെ ഷ്രൈനിൽ. ഈ കാണുന്ന പാലായിരുന്നു ഞാൻ മാപ്പിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മുടെ കിഫൂനെ ഷ്രൈൻ എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട്. അങ്ങനെ ഇവിടെ വന്നിട്ട് നമുക്ക് തിരിച്ച് നടന്ന് കയറാൻ ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. കാലൊക്കെ നന്നായിട്ട് വിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കാരണം ഇവിടുന്ന് ഷ്രൈൻ വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് 170 രൂപ ബസ്സിന് ടിക്കറ്റ് കൊടുത്തിട്ട് തിരിച്ച് കിബൂനെ ഗുച്ചി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർ തിരിച്ച് ഇറങ്ങിയിട്ട് കേബിൾ കാർ വഴി വന്ന് അവർ ട്രെയിനിൽ കയറിയിട്ട് കുരാമ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന വഴിക്ക്, അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് റെയിൽവേ സ്റ്റേഷനാണല്ലോ കിബൂനെ ഗുച്ചി, അവിടെ നിന്ന് ഞങ്ങൾ ജോയിൻ ചെയ്യാൻ ഉണ്ടായിട്ടുള്ളത്. ആരെങ്കിലും ക്യോത്തോ വരുമ്പോൾ ഇതുപോലെ കുരാമദേര ടെമ്പിളൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്ത് ഫുൾ ഹൈക്ക് ചെയ്യാൻ നിൽക്കരുത്. അന്നത്തെ ദിവസം പോക്കായിരിക്കും. അല്ല ഇനി ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് ഹൈക്ക് ചെയ്യാനുള്ള മോഡിൽ പോവുകയാണെങ്കിൽ നല്ലതാണ്, സൂപ്പറാണെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ കുരാമ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് കുരാമദേര ടെമ്പിൾ കേബിൾ കാർ വഴി പോയി കണ്ടിട്ട് തിരിച്ച് കേബിൾ കാറിൽ തന്നെ തിരിച്ചിറങ്ങി വന്നിട്ടുള്ള, തിരിച്ചു വരുമ്പോഴുള്ള നെക്സ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ആയിട്ടുള്ള കിബൂനെ ഗുച്ചി വന്നിട്ട് അവിടെ നിന്ന് ഒരു ബസ്സിന് ടിക്കറ്റ് എടുത്ത് 170 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് 170 യെന്നിന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതേ നമ്മുടെ ഈ ഷ്രൈൻ കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷ്രൈനാണ്. വിൻ്ററിലൊക്കെ കാണാനായിട്ട് ഭയങ്കര സൂപ്പറാണ്. പക്ഷെ മഞ്ഞ് വീണ് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റിയില്ല. അടുത്ത വർഷം കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യാണ്.